ഇന്നിപ്പോൾ ജൂൺ 1 ആണ്. നാളെ ജൂൺ 2 അർപ്പിതക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അർപ്പിതക്കുട്ടിയുടെ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് വ്ലോഗാണ് കേട്ടോ. വലുതായിട്ടൊന്നുമില്ല, ഒരു കുട്ടി വ്ലോഗാണ്. സത്യത്തിൽ ഈ ഒരു പ്രീ ബർത്ത്ഡേ ഷൂട്ട് ഞാനൊരു 1 വീക്ക് മുന്നേ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടിരുന്നതായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് വീട്ടിലായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് വരാനും കുറച്ച് ലേറ്റായി. ഇവിടെ അച്ഛനും അമ്മയ്ക്കും പനിയായിരുന്ന കാരണം അവർക്ക് പനിയൊക്കെ മാറിയതിന് ശേഷം വരാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ അതിനുശേഷം മന്തിൻ്റെ ഒക്കെ ആയപ്പോൾ ചേട്ടനും കുറച്ച് തിരക്കായിപ്പോയി. അങ്ങനെ ഇന്നിപ്പോൾ ജൂൺ 1 എന്തായാലും ഇന്നിപ്പോൾ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ അർപ്പിതക്കുട്ടിക്ക് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 4 ഡ്രസ്സായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 4 ഡ്രസ്സിലും നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കുന്നില്ല കേട്ടോ. ഒരു 3 ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിലാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്. അതിൽ തന്നെയാണ് അർപ്പിതക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ പ്രീ ബർത്ത്ഡേ ഷൂട്ടിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന അതിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും അതിലിനെ തന്നെയാണ് ഞങ്ങൾ വിളിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ 3 മണി കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമല്ല, എനിക്ക് 2:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 5 മണിക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഫോട്ടോഷൂട്ട് എടുക്കണം. അതുകൊണ്ടാണ് 3 മണി കഴിയുമ്പോൾ വരാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ കറക്റ്റ് സമയത്ത് എത്തി കേട്ടോ. പിന്നെ ചേട്ടനും ഉച്ചയ്ക്ക് വന്നു ഫോട്ടോഷൂട്ട് എടുക്കുന്നത് കൊണ്ട്. പിന്നെ അഖിലും നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ പോയത്. പക്ഷേ ആൾ കുറച്ച് തിരക്കായിട്ട് ഉച്ചയ്ക്ക് വരാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പോൾ ഞാനും ചേട്ടനും അമ്മയും കൂടെ അർപ്പിതക്കുട്ടി ഇങ്ങനെ ബലൂണൊക്കെ കൊടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ സെക്കൻഡ് ഡ്രസ്സാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ സ്കേർട്ട് ആൻഡ് ടോപ്പിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. നല്ല ഫോട്ടോസൊക്കെ കിട്ടി കേട്ടോ. ഫോട്ടോസ് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ ഏതൊക്കെ ഫോട്ടോസാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഡ്രസ്സിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ കടയിൽ പോയിട്ട് വേഗം വന്നതാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അർപ്പിതക്കുട്ടിയുടെ ഈ ബലൂണൊക്കെ അവൾക്ക് നാളത്തേക്ക് ബർത്ത്ഡേ ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കുറേ ബലൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 1-2 ബലൂൺ എടുത്തിട്ട് ഇങ്ങനെ അവളുടെ കയ്യിൽ കൊടുത്തതാണ്. അങ്ങനെ നമ്മുടെ തേർഡ് ഡ്രസ്സിലാണ് ഇപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡ്രസ്സിൽ ഈ ഒരു യെല്ലോ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗോൾഡൻ 2 എന്നുള്ള നമ്പറും കൂടെ നമ്മൾ വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ സെക്കൻഡ് ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് 2 എന്നുള്ള നമ്പറും കൂടെ വെച്ചിട്ട് ഈ ഒരു തേർഡ് ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു യെല്ലോ ഡ്രസ്സിനാകുമ്പം ഈ ഒരു ഗോൾഡൻ 2 മാച്ചിങ് ആണല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസേ എടുക്കാൻ പറ്റത്തുള്ളായിരിക്കും. ബിക്കോസ് ആദ്യത്തെ 2 ഡ്രസ്സിലും കുറേ ഫോട്ടോസ് കിട്ടി. ഇതിപ്പോൾ ആളിപ്പോൾ കുറച്ച് നിർബന്ധമൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോണിന് വേണ്ടിയിട്ടൊക്കെ നിർബന്ധം പിടിക്കുകയാണ്. അങ്ങനെ ഫോൺ കയ്യിൽ കൊടുത്തു എന്തായാലും ഫോട്ടോസ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫോൺ കൊടുത്തപ്പോൾ ആൾ നേരെ നോക്കുന്നേ ഇല്ലായിരുന്നു. ഫോണിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു യെല്ലോ ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസേ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ അർപ്പിതക്കുട്ടിയുടെ ഈ ഒരു ബർത്ത്ഡേ ഷൂട്ടിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഫസ്റ്റ് 2 ഡ്രസ്സും ഫസ്റ്റ് ക്രൈയിൽ നിന്നും ഈ ഒരു തേർഡ് ഡ്രസ്സ് വന്നിട്ട് മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അർപ്പിതക്കുട്ടിയുടെ ഹെയർ ആക്സസറീസ് എല്ലാം മേടിച്ചിട്ടുള്ളത് റോസ് പെറ്റൽസ് ഹാൻഡ് മെയ്ഡ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ്. ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ. അപ്പോൾ ഇൻസ്റ്റാ പേജ് കയറി നോക്കാനായിട്ട് മറക്കണ്ട. റോസ് പെറ്റൽസ് ഹാൻഡ് മെയ്ഡ് കളക്ഷൻസ് എന്നാണ് ഇൻസ്റ്റാ പേജിൻ്റെ നെയിം. എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രീ ബർത്ത്ഡേ ഷൂട്ടൊക്കെ ഏകദേശം കഴിയാറായി കേട്ടോ. അർപ്പിതക്കുട്ടിയെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാനും ചേട്ടനും അമ്മയൊക്കെ നിന്ന് വേർത്ത് കുളിക്കുന്നതല്ലാതെ അവൾ അധികം അങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എങ്കിലും ചിരിക്കുന്ന ഒരുപാട് നല്ല ഫോട്ടോസ് അതിലെടുത്തു അതിൻ്റെ ഇടയ്ക്ക് തന്നെ. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. അർപ്പിതക്കുട്ടിക്ക് ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഏതൊക്കെയാണ് എടുത്തതെന്നുള്ളത്. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് എടുത്ത ഫോട്ടോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കിയാലോ.